കുമാർ ഇങ്ങനെ ഒരു മൃഗമാണെന്ന് ഒരാളും കരുതിയില്ല. മനുഷ്യനായി പിറന്നവൻ ഈ പണി കാണിക്കുമോ? ആത്മാർത്ഥ സുഹൃത്ത് ബിജുവിനോട് ഇയാൾ കാണിച്ചത് എന്താണെന്ന് അറിയാമോ? സ്നേഹം മൂത്ത കുമാർ ബിജുവിനെ മദ്യപിക്കാൻ വിളിച്ചു. മദ്യം കുടിച്ച് ലക്ക് കെട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. പക്ഷെ അപ്പോൾ മുതൽ കുമാർ ഒരു മൃഗമായി മാറുകയായിരുന്നു. ഒരു കാര്യവുമില്ലാതെ വിളിച്ചു വരുത്തി ബിജുവിൻ്റെ കഥ കഴിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ് സംഭവിച്ചത്? അച്ഛൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഫോൺ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ ഫോൺ എടുത്തില്ല. അതിനുശേഷം ഇയാൾ വീട്ടിൻ്റെ മേളിൽ വന്ന് വിളിച്ചപ്പോഴാണ് അച്ഛൻ മേളിലോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ സംസാരമായി. പിന്നീട് അച്ഛൻ്റെ വിളി മാത്രം കേട്ട് വന്നപ്പോൾ ഇയാൾ കുത്തിയിട്ട് ഇയാൾ അങ്ങോട്ട് ഓടുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് കൊലപാതകം നടത്തിയ പ്രതിയാണ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്തത്? രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയായിരുന്നു? വന്ന് നമ്മൾ തുണിയെല്ലാം കൊണ്ട് ബ്ലഡ് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ചെയ്യുന്നപ്പോൾ അപ്പോഴേക്കും ചേട്ടനെ വിളിച്ച് ഓട്ടോ വന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ഛൻ എവിടെ കിടന്നത്? ഇത് അവിടെയാണ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്തത്? അതിനുശേഷം ഹസ്ബൻഡിനെ വിളിച്ച് ഓട്ടോയിൽ കൊണ്ടുപോയി. നിങ്ങൾ വന്നപ്പോൾ എന്താ കണ്ട കാഴ്ച എന്തായിരുന്നു? ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും വൈഫിൻ്റെ അമ്മയായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ ഓടിപ്പോയി. പോയി നോക്കിയപ്പോഴത്തേക്കും ബോധമൊന്നുമില്ലാതെ അങ്ങനെ തറയിൽ കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്തിട്ട് ആംബുലൻസ് വിളിച്ച് ആരും വിളിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ കയറ്റിക്കൊണ്ട് നേരെ ആശുപത്രിയിൽ പോയി. അപ്പോഴത്തേക്കും മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഈ കൊലപാതക പ്രതി നിങ്ങളെ മാമനോട്ട് എന്താണ് ബന്ധം? ഇവിടെ അറിയുന്നുള്ള കൂട്ടുകാരന്മാരെ പോലെ നടക്കാം. അങ്ങനെ അത്ര കമ്പനിയൊന്നുമില്ല അവരായിട്ട്. എല്ലാ ഇങ്ങോട്ട് പോകുമ്പോൾ കാണും, ശരിക്കും ആ ഒരു ഇതേ ഉള്ളൂ. മാമ ഇവിടെ തന്നെയാണ്, അത് പുറത്ത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? മാമ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പം കണ്ണൂരായിരുന്നു. കണ്ണൂർ ജോലിക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ജോലിക്ക് പോയിട്ട് ഈ കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. 4 ദിവസം ആയുള്ളൂ വന്നിട്ട്. ആ വണ്ടി എടുത്ത് അങ്ങനെ എന്താ പറഞ്ഞിട്ടാണ് വിളിച്ചത് തോന്നുന്നു. പ്രതി അങ്ങനെ എന്താണ് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ രാവിലെ ചെന്ന് അതിനകം മദ്യം കഴിച്ചിട്ടാണ് വീട്ടിൽ വന്നത് അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് വാക്ക് തർക്കമാണ് അവസാനം കൊലപാതക കലാശല്ലേ? അവിടെ വച്ച് വാക്ക് തർക്കം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഈ പ്രതിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാമ ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ കാരക്കമണ്ട ഓട്ടത്തിൽ നിൽക്കുകയാണ്, വരുമ്പോൾ ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവളെ വലിയമ്മേരെ അമ്മ ഒരു പയ്യുണ്ട് അജിത്ത് എന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് ബൈക്കിൽ വന്ന് വിളിച്ചിട്ട് അവൻ വീട്ടിൽ കൊണ്ടാക്കി. അതിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. പുള്ളിക്കാരൻ ഒരു ഞാൻ കണ്ടായിരുന്നു. ഞാൻ രാവിലെ പോയി കണ്ടപ്പോൾ അവിടെ. പക്ഷേ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല, ഞാനല്ല ചെയ്തെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ ചെയ്തായിട്ട് നിങ്ങളെ വൈഫ് ദൃസാക്ഷിയാണ്? ദൃസാക്ഷിയാണ്. ഇപ്പം മരണകാരണം എന്തോന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു? അവിടെ പോയപ്പോഴത്തേക്കും ഇത് രക്ഷപ്പെട്ടില്ല, അത് മരിച്ചു പോയി. പിന്നെ കുറുക്കിൽ നല്ല മുറിവുണ്ടായിരുന്നു, കഴുത്തിൽ ഇവിടെ ആഴത്തിൽ നല്ലൊരു മുറിവുണ്ട്, അത് കുത്തിയതാണ് ഇവിടെ. പിന്നെ അന്ന് ഇവിടെ നെഞ്ചിൽ ഇവിടെ നല്ല വലിയ മുറിവാണ്, അകത്തുള്ള എല്ലൊക്കെ പുറത്ത് കാണായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു? നിങ്ങളെന്നാലും കണ്ട കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പറയാം. വെട്ടിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി ഓടപ്പോണത് കണ്ട് പിന്നെ വിളിച്ച വിളിയാണ് ഞാൻ കേട്ടത്. ഓടിപ്പോയി വെട്ടിട്ട് വെട്ടിയിട്ട് പിന്നെ എനിക്ക് വീട്ടില് ഓളിൽ കളിച്ചു. വീട്ടിൽ നിന്ന് വിളിച്ചത്, വീട്ടിൽ നിന്ന് ഓളിൽ കളിച്ചോണ്ടിരുന്ന് വേറെ കഴിച്ചിട്ട് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയി. പിന്നീടൊരു വിളിയാണ് കേട്ടത്, ഞങ്ങളെ വെട്ടുന്നുണ്ട് കാട്ടി കിടക്കണം. വെള്ളമായിട്ട് ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം തമ്മിലുണ്ടോ? ഇല്ല. രാവിലെ കുടിക്കാൻ വിളിച്ചു ഉച്ചക്കായപ്പോ വെള്ളം വെച്ചാൽ ഫോൺ വന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ഫോണെടുത്ത് നോക്കിയപ്പോ എൻ്റെ പേര് ഞാൻ കണ്ട്, ഞാൻ പറഞ്ഞ് പോവല്ലെന്ന് കേട്ടു. നിങ്ങൾ പൈസ ഇടപാടല്ലോ ഉണ്ടോ ഇവര് തമ്മിൽ? ഇല്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഇയാൾ തമ്മിൽ എന്തെങ്കിലും വിഷയമില്ല? സ്ഥിരമായിട്ട് മദ്യപിക്കാറുണ്ട് രണ്ടുപേരും കൂടെ? ഇല്ല, അങ്ങനത്തെ കുടിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ അവൻ്റെ കൂടെ കുടിക്കാനൊന്നും പോകൂല. ഇന്നലെ തന്നെ പോയത്. ചേട്ടാ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചെന്ന് വെച്ചാൽ ഉച്ച അവിടെ ഒരു 1 മണിയോടെ പുള്ളിക്കാരൻ അവിടെ പച്ചിക്കുടന്ന സ്ഥലത്ത് പുള്ളിക്കാരൻ പോയി. അവൻ്റെ കൂടെ അവിടെ പോയപ്പോൾ 3 പേരുണ്ടായിരുന്നു മദ്യപിക്കാൻ വേണ്ടി. വാക്ക് തർക്കം സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ അവിടെ നിന്ന് വാക്ക് തർക്കം ഈ പുള്ളിക്കാരൻ വീട്ടിൽ നടന്ന് വന്നു. അങ്ങനത്തെ ഒരു പച്ചിക്കുടന്ന് നടന്ന് വരാനുള്ളൂ. നടന്നപ്പോൾ എന്ത് ഈ മറ്റേ കുത്തിയ പയ്യൻ കുമാർ എന്നുള്ള പുള്ളിക്കാരൻ ഫോൺ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. അങ്ങനെ പുള്ളിക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങ വാ ബിജു, ഇങ്ങ വാ, ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചെടുത്തിട്ട്
ഈ അവിടെ ഒരു കുത്തി ആ സ്പോട്ടിൽ ഇവിടെയും കഴുത്തിൽ കുത്തി പുള്ളിക്കാരൻ ആ സ്പോട്ടിൽ മരിച്ചില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കൾ അതിനെ ആട്ടയിൽ കൊണ്ടുപോയി 6 മണി എത്തിയപ്പോൾ പുള്ളിക്കാരൻ ഔട്ടായി. സംഭവം ഇതാണ്. പ്രതി അതിൽ വേറെ പ്രതിയുണ്ട്. അവന് മറ്റേ അക്ബാരിക്കാരിൽ പ്രതിയുണ്ട്. അക്ബാരിക്കാരിൽ കേസിൽ അതിൽ പുള്ളിക്കാരൻ ഉണ്ട്. അല്ലാതെ പെറ്റി കേസും അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. യഥാർത്ഥത്തിൽ കൊലപാതകം ചെയ്ത പ്രതി പുതിയൊരു ബൈക്ക് വാങ്ങിച്ചു. ബന്ധപ്പെട്ട ചെലവിന്റെ പുള്ളിക്കാരൻ വാങ്ങിച്ചു ഒരു പുതിയ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിനെ അവൻ സ്വന്തം കത്തിക്കുകയും ചെയ്തു. അമിതമായ മദ്യപാനം കാരണമാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് ആകെ ഉണ്ടായിരുന്ന അച്ഛൻ മാത്രമായിരുന്നു. അപ്പം അച്ഛൻ ഇപ്പം ഇല്ലാതായപ്പം എല്ലാവരും ഓർക്കണം, മദ്യം എന്ന് പറയുന്നത് ജീവൻ തന്നെ, ശരി കുടുംബത്തിന് തന്നെ വലിയ ആപത്താണ്. നമുക്ക് ഏറ്റവും വലിയൊരു താങ്ങായിരുന്നു അച്ഛൻ.